NDA സ്ഥാനാർത്ഥിയുടെ കൺവെൻഷൻ ഇന്ന് സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ദീപക് മലയമ്മ, ഗുഡ് ഈവനിങ്. ഇന്നലെ ആയിരുന്നു, അതായത് തൃശ്ശൂർ എടുത്തതിന്റെ 1ാം വാർഷികം. അതൊക്കെ ആഘോഷിച്ചാണ് സുരേഷ് ഗോപി വരുന്നത്. വലിയ രീതിയിൽ മണ്ഡലത്തെ ഒന്ന് ഇളക്കി മറിക്കാൻ സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിലൂടെ കഴിയുമെന്ന പ്രതീക്ഷയിലാണോ NDA? സുജയ്, വെരി ഗുഡ് ഈവനിങ്. NDA ക്യാമ്പിനെ സംബന്ധിച്ച വലിയൊരു ആൾക്കൂട്ടത്തെ ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനനുസരിച്ച് കഴിഞ്ഞ ദിവസം LDFിൻ്റെ ഈ കൺവെൻഷൻ നടന്ന അതേ മേഖലയിൽ തന്നെയാണ് ഒരു വേദി സജ്ജീകരിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇതിനോടകം തന്നെ നിരവധിയായ ആളുകൾ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ സീറ്റ് ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ 4 മണിക്കാണ് പരിപാടി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. അല്പസമയം കൂടി വൈകുമെന്നുള്ളതാണ്. ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ എത്തേണ്ടതുണ്ട്. സുരേഷ് ഗോപിയാണ് ഈ NDAയുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത്. ഒപ്പം തന്നെ ഘടകകക്ഷി നേതാക്കളൊക്കെ തന്നെ ഇവിടേക്ക് എത്തും. തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള ആളുകൾക്ക് തന്നെ ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ്. വലിയൊരു പ്രതീക്ഷ ഇത്തവണ വോട്ട് വിഹിതത്തിൽ വർധനവുണ്ടാക്കാം എന്ന തരത്തിൽ NDA ക്യാമ്പ് പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അതിൽ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ്, ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയൊക്കെ രംഗത്തേക്ക് വരുന്ന ഘട്ടത്തിൽ കൂടുതൽ വോട്ടുകൾ ആ നിലയ്ക്ക് കൂടി ആർജിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്. അത് ഏത് തരത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് നമുക്ക് അറിയുകയും വേണ്ടത്. ഇപ്പോൾ നമുക്ക് വേദിയിലേക്കുള്ള ദൃശ്യങ്ങൾ കൂടി കാണാൻ സാധിക്കും. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ. പൂർണ്ണമായും ഇനിയിപ്പോൾ നേതാക്കളൊക്കെ എത്തി തുടങ്ങി. വേദിയിലേക്ക് എത്തിയാലായിരിക്കും ഒരു പൈലറ്റ് പ്രസംഗം എന്നുള്ള നിലയിലെങ്കിലും ആ കാര്യങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും കൃത്യമായ ഒരു കൺവെൻഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങുക എന്നുള്ളത് കൂടി പറയാനും സാധിക്കും. എന്തായാലും മഴയുടെ ചെറിയൊരു കോളൊക്കെ ഇവിടെ കാണാനുണ്ട്. പക്ഷേ അതൊന്നും പ്രശ്നമില്ല എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥിയൊക്കെ സംസാരിക്കുന്ന ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എങ്ങനെ സുരേഷ് ഗോപി എത്താൻ പോകുന്നു അല്ലേ? എത്താൻ പോകുന്നു. എത്ര മണിക്ക് എത്തും? ആണല്ലേ. ഓക്കെ, സുരേഷ് ഗോപി 6 മണിക്കൂറിനകം ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നിരവധിയായ നേതാക്കൾ നമുക്ക് വേദിയിലൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരൊക്കെ അവസാനവട്ട പരിപാടികളിലൊക്കെയാണല്ലോ. നമസ്കാരം. എത്ര മണിക്ക് എത്തും? ഒരു 5 മണിയോടുകൂടി എത്തും. ഇത്തവണ വലിയ പ്രതീക്ഷയിലാണല്ലോ. വലിയ പ്രതീക്ഷയില്ല, വലിയ മുന്നേറ്റം ഉണ്ടാവും. കണ്ടില്ലേ നിങ്ങൾ, വലിയ മുന്നേറ്റം BJP പ്രാവശ്യം ഉണ്ടാവും. നിലമ്പൂർ മണ്ഡലത്തിൽ അതിൻ്റെ വികസനം മുന്നോട്ട് വെച്ചാണ് BJP ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ കുടിയേറ്റ കർഷകർ, അതുപോലെ തന്നെ പാവപ്പെട്ട ജനങ്ങൾക്കൊക്കെ തന്നെ BJP പ്രതീക്ഷയുണ്ട്. 9 വർഷക്കാലം കഴിഞ്ഞ് 9 വർഷക്കാലത്തോളം LDFിൻ്റെ MLA ആയിട്ട് ഒരു വികസനം പോലും നടത്തിയില്ല. ബൈപ്പാസിന്റെ വിജയം എന്ന അർത്ഥത്തിലേക്ക് എത്താൻ കഴിയുന്ന നല്ല മുന്നേറ്റം ഉണ്ടാകും. ദൈവം അനുഗ്രഹിച്ചാൽ എല്ലാ ജനങ്ങളും സഹായിക്കാൻ വിജയം ഉണ്ടാവും. വലിയ പ്രതീക്ഷയാണ് ഇങ്ങനെ NDA ക്യാമ്പ് പങ്കുവയ്ക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ NDAയുടെ കൺവെൻഷൻ ആരംഭിക്കുമെന്നുള്ളതാണ്. അതിനുള്ള അവസാന